സഹോദരന്മാരെ, നിങ്ങൾ എന്റെ പേരും പറഞ്ഞിട്ട് ഇതിലൊരു തർക്കമൊന്നും ഉണ്ടാക്കണ്ട. ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇവിടെ അതിനേക്കാൾ വലിയ വിഷയങ്ങളാണ്. അങ്ങാടിയുടെ നടുവിൽ വെച്ചിട്ടാണ് നമ്മളൊക്കെ തൊലിയിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് അഭിപ്രായത്തോടും തൽക്കാലം ഇപ്പൊ എനിക്ക് യോജിപ്പില്ല. എന്ന് പറഞ്ഞാൽ സിഹിറും ജിന്നും കണ്ണാറൊക്കെ ചർച്ച ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടും തലേ ദിവസം വരെ ഞാൻ വിചാരിച്ചത് അബ്ദുറഹ്മാൻ സലഫി മുഖാമുഖത്തിൽ ഉണ്ടാകും. അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹം മുമ്പ് പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുന്നതാണ്. പക്ഷെ ഹനീഫ് അത് പറഞ്ഞു. ഞാനതിനെ എതിർത്ത് പറയാനോ അങ്ങനെ ഒന്നും ഞാൻ അവിടെ നിന്നിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ നിലപാട് മുകളിൽ ടെസ്റ്റ് ഇട്ടിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണ്ട. ഞാനൊരു വ്യക്തി മാത്രമാണ്. നമ്മുടെ സംഘടന മൊത്തം നാണക്കേടിലേക്ക് ഒരു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരേ സ്റ്റേജിൽ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞ് ഒരു സ്റ്റേജിൽ ഖണ്ഡന മണ്ഡനങ്ങൾ നടന്നു ഇളിഭ്യരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. വളരെ വൃത്തികെട്ട ഒരേർപ്പാടാണിത്. ഇൻഷാ അല്ലാഹ് എന്തായാലും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്കൊന്നും അഭിമാനമുള്ള നമുക്കൊന്നും ഇത് സഹിക്കാവുന്ന കാര്യമല്ല. ഏതായിരുന്നാലും നേതൃത്വം ഇനിയും ഉചിതമായൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ അപമാനിതരായി ഉള്ള ഒരു ആൾക്കൂട്ടമായി